ഹലോ വെൽക്കം ബാക്ക്. 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ബിയോണ്ട് ഫിയർ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം, മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ പുറകെ നിർത്തിയിട്ടിട്ടുണ്ട്. പടുകൂറ്റൻ മരം റോഡരികിൽ വീണ് കിടക്കുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് ആളുകൾ തിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രം വീണ് കിടക്കുന്ന മരത്തിനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. ഒരു ഭയവും കാണിക്കാതെ തൻ്റെ മുന്നിലുള്ള പ്രതിസന്ധിയെ നിസാരമായി ചെറുക്കുകയാണ് ഈ യുവാവ് ചെയ്യുന്നത്. ബിയോണ്ട് ഫിയർ എന്നാൽ ഭയത്തിന് അപ്പുറമെന്നാണ് അർത്ഥം വരുന്നത്. ഫേമസ് ആയ ഒരു കോട്ടോടു കൂടിയാണ് പാഠഭാഗം തുടങ്ങുന്നത്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മഹാത്മാഗാന്ധി. ഒരു യഥാർത്ഥ നായകൻ നിർവചിക്കപ്പെടുന്നത് അവരുടെ ശക്തിയാലല്ല, മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും നയിക്കാനുമുള്ള അവരുടെ കഴിവിനാലാണ്. ഇവിടെ ചില ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. അതുപോലെ വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ വീരന്മാരായി ഓർക്കുന്നത്? മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജനങ്ങളെ നയിച്ച വ്യക്തി. 2 രക്ഷാപ്രവർത്തകർ, അതുപോലെ സൈനികർ. പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കുന്നു. 3 കർഷകൻ, നമുക്കെല്ലാവർക്കും ഭക്ഷണം നൽകാൻ കഠിനാധ്വാനം ചെയ്യുന്നു. ശേഷം മദർ തെരേസ, അനാഥരും പാവപ്പെട്ടവരുമായ കുട്ടികളെയും രോഗികളെയും സ്നേഹത്തോടെ പരിചരിച്ചു. മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും അവർക്ക് നല്ലൊരു ഭാവി നൽകാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തെല്ലാം പ്രത്യേക ഗുണങ്ങളാണ് ഇവരെ വീരന്മാരാക്കുന്നത്, ഹീറോസ് ആക്കുന്നത്? ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്തൊക്കെയാണ്? സ്വാർത്ഥത ഇല്ലായ്മ, സെൽഫ്ലെസ്നെസ്. സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരെ നന്മയ്ക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ദെൻ കമ്പാഷൻ ആൻഡ് ലവ്, കാരുണ്യവും സ്നേഹവും, എല്ലാവർക്കും ദയ കാണിക്കുന്നു. ദെൻ ബ്രേവറി, ധീരത, അപകടഘട്ടങ്ങളിൽ ഭയപ്പെടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. ദെൻ ഹാർഡ് വർക്ക്, കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നിലനിൽപ്പിനായി നിരന്തരം അധ്വാനിക്കാനുള്ള സന്നദ്ധത. ലീഡർഷിപ്പ്, നല്ലൊരു ലക്ഷ്യത്തിനായി മറ്റുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി എബൌട്ട് എ ലിറ്റിൽ ഹീറോ. ലിറ്റിൽ ഹാൻഡ്സ്, ബിഗ് കറേജ്. ചെറിയ കൈകളും വലിയ ധൈര്യവും. ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. ദിൽനയും അവളുടെ അനിയൻ ഐസക്കും വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്, ഐസക് വി ഷുഡ് ഗോ ഇൻസൈഡ്. ആകാശം നോക്കിയതിനു ശേഷം ദിൽന ഐസക്കിനോടായി പറഞ്ഞു, നമുക്ക് വീടിനകത്തേക്ക് പോകാം, എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ പോകുന്നു എന്ന്. യെസ് ലെറ്റ്സ് ഗോ, ഐസക് നോഡഡ് എ ലിറ്റിൽ വറീഡ്. അങ്ങനെ ചെറിയൊരു ആശങ്കയോട് കൂടിയിട്ട് ഐസക് ഇങ്ങനെ തല കുലുക്കിയിട്ട് പറയുകയാണ്, ആ പോകാം. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിക്കയറി. ദേ വെൻറ്റ് സ്ട്രേറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അങ്ങനെ രണ്ടുപേരും നേരെ ഓടിയത് എങ്ങോട്ടാണ്? അടുക്കളയിലാണ്. അവിടെ ഒരു പ്ലേറ്റ് കുക്കീസ് വെച്ചത് അവർ കണ്ടു. കുക്കീസ്, ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ബിസ്ക്കറ്റുകൾ, അവന് ഒരു സന്തോഷത്തോട് കൂടിയിട്ട്, ഒരു ചിരിയോട് കൂടിയിട്ട് പറഞ്ഞിട്ട് അതിനൊന്നെടുത്തു, ഗ്രാബ് ചെയ്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും എന്ത് ചെയ്യാണ്? ഒരു ബിസ്ക്കറ്റ് എടുക്കുകയാണ്. മോം ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. അമ്മേ ഇത് മഴയാണ്. ദർ ഇസ് നോ റിപ്ലൈ. പക്ഷെ അവിടുന്ന് എന്തുണ്ടായിരുന്നില്ല? മറുപടി ഉണ്ടായിരുന്നില്ല. വേർ വെർ ദ ചിൽഡ്രൻ പ്ലേയിങ്? എവിടെയായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്? യെസ്, ബാക്ക് യാർഡ് ഓഫ് ദ ഹൗസ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾക്ക് മഴയത്ത് കളിക്കുന്നത് ഇഷ്ടമാണോ? ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ. അമ്മേൻ്റെ അടുത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും അതിനുള്ള കാരണം? നോക്കാം അല്ലേ, എന്താ കാരണം എന്നുള്ളത്. ടിയേഴ്സ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ കണ്ണുനീർ. ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അങ്ങനെ അവർ നേരെ ലിവിങ് റൂമിലേക്ക് ഓടുകയാണ്. മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. അമ്മയെ നോക്കുമ്പോൾ ഫ്ലോറിൽ അങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. മോം, ദിൽന കോട്ട് ലൗഡ്ലി. ഷീ ഡിഡിൻ ആൻസർ. അമ്മേ, ദിൽന ഉറക്കെ വിളിച്ചു. അവർ മറുപടി നൽകിയില്ല. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? എന്തുകൊണ്ടാണ് അമ്മ തറയിൽ കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ?
ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് എന്ത് ചെയ്യാണ്, അവൻ്റെ സഹോദരിയോട് ചോദിക്കുകയാണ്. മോം വേക്കപ്പ്, ഹീ ക്രൈഡ്. അമ്മ എഴുന്നേൽക്കൂ. കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഡോണ്ട് വെറി ഐസക്, ഷീ വിൽ ബി ഓക്കേ. വിഷമിക്കേണ്ട ഐസക്, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദിൽന സെഡ് ട്രൈയിങ് ടു കൺസോൾ ഹിം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അനിയനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റിലി. ദിൽന പെട്ടെന്ന് അമ്മയുടെ അരികിലേക്ക് ഓടി ചെന്നിട്ട് അവരെ പതുക്കെ കുലുക്കി നോക്കുകയാണ്. മോം പ്ലീസ് വേക്കപ്പ്, ദിൽന ബെഗ്ഡ്, ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. അമ്മേ ദയവായിട്ട് എഴുന്നേൽക്കൂ. ദിൽന ഇങ്ങനെ കെഞ്ചി പറയാണ്. പക്ഷേ അമ്മയ്ക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ദിൽന tried again, shaking her a little harder, but she still didn't respond. ദിൽന ഒന്നുകൂടെ ശ്രമിക്കുകയാണ്. കുറച്ചുകൂടി ശക്തിയായിട്ട് അമ്മേനെ ഇങ്ങനെ കുലുക്കി നോക്കുകയാണ്. പക്ഷേ അപ്പോഴൊന്നും അമ്മ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസക്സ് ഐ ഫില്ലഡ് വിത്ത് ടീയേഴ്സ്. ഐസക്കിൻ്റെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരുന്നു. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? എന്തായിരിക്കും അമ്മക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ദ മദർ മൈറ്റ് ഹാവ് ഫെയിൻറ്റഡ് ഓർ കൊലാപ്സ്ഡ് ഡ്യൂ ടു സം സഡൻ ഇൻലെസ്. ചിലപ്പം പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം തളർന്ന് വീണതായിരിക്കാം. വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്? അമ്മ എണീക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ദിൽന ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. അമ്മേൻ്റെ സൈഡിലേക്ക് ഓടി ചെന്നിട്ട് അവരെങ്ങനെ കുലുക്കി വിളിക്കുകയാണ്. ദെൻ ഷീ ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ ആൻഡ് ബെഗിങ് ഹെർ ടു വേക്ക് അപ്പ്. ഇങ്ങനെ കുറച്ചും കൂടെ ശക്തിയായിട്ട് കുലുക്കി നോക്കി. അതുപോലെ തന്നെ എണീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെഞ്ചി പറയുകയും ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? എന്തായിരിക്കും അവർ അടുത്തതായിട്ട് ചെയ്തിട്ടുണ്ടാവുക? ദേ വിൽ കോൾ ദ നെയ്ബേഴ്സ് ഫോർ ഹെൽപ്പ് ഓർ ഇമ്മീഡിയറ്റ്ലി കോൾ എൻ ആംബുലൻസ് ടു ടേക്ക് ദർ മദർ ടു ദ ഹോസ്പിറ്റൽ. ചിലപ്പോൾ അയൽക്കാരെ വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ആംബുലൻസിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായത്തിനെ വിളിച്ചിട്ട് വേഗം അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടും ഉണ്ടാവും. ദ കറേജ്, ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് ആകെ 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ മൂത്ത കുട്ടി എന്ന നിലയിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഷീ ഫെൽറ്റ് സ്കേർഡ് ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. അവൾക്ക് പേടി തോന്നി, പക്ഷേ ശാന്തത പാലിക്കണമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് ദിൽനയ്ക്ക് ഓർമ്മ വന്നു അവൾ അമ്മൂമ്മയുടെ കൂടെ കളിച്ച ഒരു കളി. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. ഇപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞത് ആലോചിക്കുകയാണ്, എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് 101ലേക്ക് കോൾ ചെയ്യാമെന്നുള്ളത്. വാട്ട്സ് യുവർ നെയിം? എന്താ നിൻ്റെ പേര്? വെർ ഡു യു ലിവ്? നീ എവിടെയാണ് താമസിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസ്ന്റ് എ ഗെയിം എനിമോർ. അപ്പോൾ ദിൽനക്ക് മനസ്സിലാവുകയാണ് ഇതൊരു കളിയല്ലെന്ന്. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? ബിക്കോസ് ഷി വാസ് തിങ്കിങ് എബൌട്ട് എ സൊല്യൂഷൻ. അവൾ ശാന്തമായി ഇരുന്നത് എന്തുകൊണ്ടാണ്? ഒരു പരിഹാരം ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? എന്ത് കളിയായിരുന്നു ദിൽന മുത്തശ്ശിയുടെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത്? ഷീ യൂസ്ഡ് ടു പ്ലേ ദ ഗെയിം ഓഫ് ടേക്കിംഗ് ഓവർ ദ ടെലിഫോൺ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അവൾ മുത്തശ്ശിയുമായിട്ട് ടെലിഫോണിലൂടെ സംസാരിക്കുന്ന കളിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? മേ ബി ദിൽന ഈസ് ഗോയിങ് ടു മേക്ക് എ ഫോൺ കോൾ ടു സംവൺ. ആർക്കെങ്കിലും ഫോൺ ചെയ്യാൻ പോവുകയായിരിക്കും. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനായുള്ള ഫോൺ കോൾ. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. അവൾ ഫോണിനടുത്തേക്ക് ഓടിച്ചെന്ന് ഹെൽപ്പ് ലൈൻ നമ്പറായ 101 ഡയൽ ചെയ്യുകയാണ്. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പോൾ ഫോണിൻ്റെ മറുതലയ്ക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. 101 വാട്ട്സ് യുവർ എമർജൻസി? 101 എന്താണ് നിങ്ങളുടെ അടിയന്തര ആവശ്യമെന്ന് ചോദിക്കുകയാണ്. ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. അവളൊരു ദീർഘനിശ്വാസം എടുക്കുകയാണ്. ഹലോ, മൈ നെയിം ഈസ് ദിൽന. എന്നിട്ട് പറയുകയാണ് എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ ബട്ട് ഐ കാൺട്ട് വേക്ക് ഹെർ അപ്പ്. എൻ്റെ അമ്മ നിലത്ത് അനങ്ങാതെ കിടക്കുകയാണ്, എനിക്ക് അമ്മേനെ ഉണർത്താൻ കഴിയുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ? അപ്പോൾ മർത്തലേന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ അച്ഛനുള്ളത്?
ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അപ്പോൾ എന്താ പറഞ്ഞാൽ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. അപ്പോൾ ദിൽനേൻ്റെ അടുത്ത് പറയുകയാണ്, നീ നല്ലൊരു കാര്യം ചെയ്തു, നിൻ്റെ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തരൂ. ആ സ്ത്രീ എങ്ങനെയാണ് സംസാരിച്ചത്? വളരെ ശാന്തവും അതുപോലെ തന്നെ സീരിയസുമായിട്ടാണ് സംസാരിച്ചത്. ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അപ്പം ഗ്രാൻഡ് മദർ പഠിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടും ഉറക്കെയുമാണ് ദിൽന റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നത്. I live at 1203 Ramnagar Street in ചെറുവപ്പടി. ഞാൻ ചെറുവപ്പടിയിലെ 1203 സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ഏത് സ്ട്രീറ്റാണ്? രാംനഗർ സ്ട്രീറ്റ്. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, ദിൽന എഗ്രീഡ്. ലേഡി പറയുകയാണ്, ഫയർമാൻ അവിടെ എത്തുന്നത് വരെ എന്നെ ഫോണിൽ തന്നെ കണക്ട് ചെയ്യൂ എന്ന് പറയുകയാണ്. അപ്പോൾ ദിൽന അതിനെ അംഗീകരിക്കുകയാണ്. ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? വാട്ട് ഡിഡ് ദ ലേഡി സേ? അപ്പോൾ ആർക്കാണ് വിളിച്ചത്? ആ ലേഡി എന്താണ് പറഞ്ഞത്? ദിൽന കോൾഡ് ദ ഫയർ സ്റ്റേഷൻ ഫോർ ഹെൽപ്പ്. ദ ലേഡി ആസ്ക്ഡ് ഫോർ ഹെർ അഡ്രസ് ആൻഡ് ടോൾഡ് ഹെർ ടു സ്റ്റേ ഓൺ ദ ഫോൺ അൺടിൽ ദ ഫയർമാൻ അറൈവ്ഡ്. ദിൽന സഹായത്തിനായിട്ട് ഫയർഫോഴ്സിനെയാണ് വിളിച്ചത്. അവിടുത്തെ സ്ത്രീ ദിൽനയോട് വിലാസം ചോദിക്കുകയും ഫയർമാൻ വരുന്നത് വരെ ഫോണിൽ തുടരാൻ പറയുകയും ചെയ്തു. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങൾ ദിൽന ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? ഇഫ് ഐ വർ ദിൽന ഐ വുഡ് ഓൾസോ കോൾ ഫോർ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. ഐ വുഡ് സ്റ്റേ കാം ആൻഡ് ടെൽ ദം മൈ കറക്റ്റ് അഡ്രസ്സ്. ദിൽനയാണെങ്കിൽ എന്ത് ചെയ്യാണ്? നമ്മളും സഹായത്തിന് വേറെ ആളുകളെ വിളിക്കും, അതുപോലെ തന്നെ വിലാസം പറയുകയും എന്താണ് സഹായം ആവശ്യമുള്ളതെന്ന് പറയുകയൊക്കെ ചെയ്യും. റിലീഫ്, ആശ്വാസം. ദിൽന ഹേർഡ് ദ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. ദിൽന അടുത്തെത്തിക്കൊണ്ടിരിക്കുന്ന ഫയർ എഞ്ചിൻ്റെ സൈറൻ കേട്ടു. വൈകാതെ തന്നെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്. അപ്പോൾ അതുവരെ ഫോണിലുണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ, ദ ഫയർമാൻ ആർ ദർ. ദിൽന, ഇപ്പോൾ വാതിൽ തുറക്കുന്നത് സുരക്ഷിതമാണ്, ഫയർമാൻമാർ അവിടെ എത്തിയിട്ടുണ്ട്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അവൾ വേഗം വാതിലിനടുത്തേക്ക് ഓടി ചെന്നിട്ട് അത് തുറന്നു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ. 2 ഫയർമാൻമാർ ഉള്ളിലേക്ക് വേഗം കുതിച്ചു. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. ദിൽന അവരെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അവളുടെ അമ്മ അപ്പോഴും തറയിൽ തന്നെ കിടക്കുകയായിരുന്നു. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്? ആരാണ് ദിൽനയെയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്? ടൈംലി ഹെൽപ്പ്, സമയോചിതമായ സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്ത് ചെയ്യാണ്? മദറിനെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ നൽകുകയാണ്. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. അങ്ങനെ പതുക്കെ അമ്മ കണ്ണുകൾ തുറക്കുകയാണ്. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അങ്ങനെ ഒന്ന് ആശ്വാസം തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും നൽകുകയാണ്. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അങ്ങനെ ഐസക് എന്ത് ചെയ്യാണ്? സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ദിൽന സെഡ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ദിൽന പറയണം, അമ്മേ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, നമ്മളെ സഹായിച്ചത്. താങ്ക് യു, നന്ദി. ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അപ്പം ഫയർമാനെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, നന്ദി എന്ന് പറയാണ്. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അപ്പോൾ അതിൽ ഒരാൾ അമ്മേൻ്റെ അടുത്ത് പറയാണ്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. ദിൽന ഫീൽഡ് ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ മകൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്, അവളാണ് ഇന്നത്തെ ഹീറോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ദിൽനക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ദിൽന അഡ്മിറ്റഡ്. അപ്പോൾ അവൾ പറയാണ്, സത്യത്തിൽ ഞാനൊന്ന് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടി വന്നതാണ് ഞാൻ ചെയ്തത് എന്ന് പറയും. അതിനുശേഷം ഫയർമാൻ എന്ത് ചെയ്യണമെന്ന് ചിരിച്ചിട്ട് അവളെങ്ങനെ തലോടുകയാണ്, പാറ്റ് ചെയ്യുകയാണ് കേട്ടോ. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്? അമ്മ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ എന്താണ് ചെയ്തത്? ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആവാൻ. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? എന്തുകൊണ്ടാണ് അവൾ ഹീറോ ആണെന്ന് പറഞ്ഞത്? കാരണം ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവൾ വിഷമിച്ച് നിൽക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു, അറിയിക്കേണ്ട ആളുകളൊക്കെ അറിയിച്ചു. അവർ വന്നതിന് ശേഷം അമ്മയെ
ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയ്ക്ക് സുഖം പ്രാപിക്കാനും കഴിഞ്ഞു. അവാർഡ് ഫോർ ബ്രേവറി, ധീരതയ്ക്കുള്ള അവാർഡ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫയർമാൻമാർ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്, അവൾക്കൊരു അവാർഡ് നൽകി. ഷി ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ, താനൊരു ഹീറോ ആണെന്ന് അവൾ ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അപ്പം അമ്മ സുരക്ഷിതമായതുകൊണ്ട് തന്നെ അവൾക്ക് സന്തോഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺഡ് ടു ഐസക് ആൻഡ് സെഡ്, യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഫയർ സ്റ്റേഷനിൽ നിന്ന് അവർ ഇറങ്ങിയപ്പോൾ ദിൽന ഐസക്കിനെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിനക്കറിയോ ഒരു അടിയന്തര ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? അത് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനവുമാണ്. I will teach you just like grandmother taught me. Isaac looked up at his sister and smiled. Thanks Dilna, you are the best. മുത്തശ്ശി എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിന്നെയും പഠിപ്പിക്കാം. ഐസക് തൻ്റെ സഹോദരിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറയാണ്, നന്ദി ദിൽന, നീയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മിടുക്കി. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? എന്തിനായിരിക്കും ഫയർ സ്റ്റേഷനിലേക്ക് അവരെ ക്ഷണിച്ചത്? കാരണം അവളുടെ ധീരതയെ അഭിനന്ദിക്കാനും അവൾക്ക് നല്ലൊരു അവാർഡ് കൊടുക്കുവാനുമാണ് അവളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. വൈ ഡിഡ് ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? എന്തുകൊണ്ടാണ് അവളൊരു സ്വയം ഹീറോ ആയിട്ട് കരുതാതിരുന്നത്? കാരണം അവൾ വളരെ ഹോണസ്റ്റായിട്ടുള്ള, അവൾ വളരെ വിനയമുള്ളൊരു കുട്ടിയാണ്. പ്രശസ്തിയോ പുകഴ്ത്തലോ ഒന്നുമല്ല, അവൾ അപകടത്തിൽപ്പെട്ട തൻ്റെ അമ്മയെ രക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവൾക്ക് അതൊരു ഹീറോയിസായിട്ട് തോന്നാത്തത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? എന്താണ് നിങ്ങൾ ഇവിടെ നിന്നും പഠിച്ചത്? മറ്റുള്ളവർ ആപത്തിൽപ്പെടുന്ന സമയത്ത് നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് വരികയും അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഹീറോ ആവാൻ വേണ്ടിയിട്ട് വലിയ പ്രായമോ ശക്തിയോ ഒന്നും ആവശ്യമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധീരത കൊണ്ട് വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കും ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടി നല്ലൊരു ഹീറോ ആയി മാറാൻ സാധിക്കട്ടെ. സോ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.